സോ ഇതാണ് ഇറങ്ങിയ അന്ന് തന്നെ എയറിൽ കയറിയ OnePlus 15. അറിയാലോ, ഇറങ്ങിയ അന്ന് തന്നെ എല്ലാവരും ഇതെന്തോ ഇത് പ്രൈസും കൂട്ടി ക്യാമറയും ഡൗൺഗ്രേഡ് ചെയ്തു. പക്ഷേ ഈ ഫോൺ ഒരു 4-5 ദിവസം എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം ഞാനൊരു ട്വീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 2 മാസം കഴിഞ്ഞോട്ടെ പല പോസ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും. അതായത് വി വർ ടു ഹാർഷ് ഓൺ, അതായത് നമ്മൾ ഭയങ്കര ക്രിട്ടിക്കലായിരുന്നു, ഇത്രയും ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ലായിരുന്നു, നല്ല ഫോണാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അത് ആക്ച്വലി പിന്നീട് വന്നു, ഒരുപാട് പേര് ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ഫോണാണ്, കുറേ പേർ റെക്കമെൻഡ് ചെയ്തു. ഇത് ഇറങ്ങിയതിന് ശേഷമല്ലേ ഐക്യൂവും റിയൽമിയുടെ 73,000 രൂപയുടെ ഫ്ലാഗ്ഷിപ്പ് വന്നത്, ഐക്യൂ 15 ആൻഡ് റിയൽമി GT 8 Pro. അതിനുശേഷം വീണ്ടും ആൾക്കാർ തിരിഞ്ഞ് ഇതിലേക്ക് നോക്കിയപ്പോൾ ഇത് കൊള്ളാം കേട്ടോ സംഭവം. എനിവേ, സോ ഇതൊരു പെർഫെക്റ്റ് ഫോണാണോ? അല്ല. ഇതിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് നല്ല ക്രിറ്റിസിസം ഉണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇനിയും ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്, എൻ്റെ എക്സ്പീരിയൻസ് എന്താണ്, എല്ലാം ഞാൻ ഷെയർ ചെയ്യാം. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്ത് ലെറ്റ്സ് റോൾ. ബാക്കിൽ മൊത്തം സ്ക്രാച്ച്. ഞാൻ ആക്ച്വലി ഈ ഒരു ഫോൺ എൻ്റെ മറ്റേ ബാഗിൻ്റെ സിപ്പിൽ ഒരു ഉറയിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ അകത്തായിരുന്നു എൻ്റെ ചാവിയും. എൻ്റെ ചാവിയുടെ ഒരു കീച്ച എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ ചാവികളുണ്ട് അതിൻ്റെ അകത്ത്. സോ ഞാൻ വിചാരിച്ച് തീർന്നു. ആ ചാവി മൊത്തം ഒരഞ്ഞ് ഡിസ്പ്ലേ നോക്കിയപ്പോൾ ഡിസ്പ്ലേ ഓക്കെ ആയിരുന്നു, പക്ഷേ ബാക്ക് മൊത്തം ഇങ്ങനെ സ്ക്രാച്ച് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് ഇത് ബേസിക്കലി ഇതിൻ്റെ ബാക്കിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. നമ്മളിങ്ങനെ തുണിയെടുത്ത് ഇങ്ങനെ തുടച്ചാൽ മതി, കംപ്ലീറ്റ്ലി ക്ലീൻ. ഒരു കാര്യം എന്തായാലും എടുത്ത് പറയണം, ഭയങ്കര സ്ലിപ്പറി ഫോണാണ്. അതായത് കയ്യിൽ നിന്നും പോക്കറ്റിൽ നിന്നും തെന്നിപ്പോവും. ഇത് സോഫയിൽ വെക്കുമ്പോണ്ടല്ലോ, സോഫ എന്ന് പറയുമ്പോൾ സോഫ ഭയങ്കര മിൻസുള്ള ഒരു അതായിരിക്കുമല്ലോ ക്ലോത്ത്. സോ ഇതിന് കൈയും കാലും മുളച്ച് സോഫയിൽ നിന്ന് ഇങ്ങനെ എടുത്ത് ചാടുന്ന പോലത്തെ ഒരു ഫീൽ. ഇങ്ങനെ വെക്കും വീഴും, അങ്ങനെ വീണ് ടൈൽസിന് മുകളിൽ വീണ് ഇവിടെ ചിലയിടത്തൊക്കെ ചെറിയ രീതിയിൽ സ്ക്രാച്ചും ഡെൻറ്റൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അത് എൻ്റെ തെറ്റാണ്, പക്ഷേ നിങ്ങളത് ആവർത്തിക്കുക. അതായത് ഭയങ്കര സ്ലിപ്പറിയാണ്. സോ ഒന്നെങ്കിൽ സൂക്ഷിച്ച് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ ബോക്സിൽ കിട്ടുന്ന കേസ് ഉണ്ടല്ലോ, നല്ല ക്വാളിറ്റിയുള്ള കേസ് ഉണ്ട്, അതിട്ട് ഉപയോഗിക്കുക. പിന്നെ ഇത്രയും ദിവസം കേസ് ഇല്ലാതെ ഉപയോഗിച്ചത് കൊണ്ട് ഇതിൻ്റെ ഡിസൈൻ എനിക്ക് കംപ്ലീറ്റ്ലി ആസ്വദിക്കാൻ കഴിഞ്ഞു. ഐ ലൈക്ക് ദ ഡിസൈൻ ഈസ് നൈസ്, നല്ലൊരു എലിഗൻറ്റ് ഡിസൈനാണ്. പക്ഷേ OnePlus 13 ഡിസൈൻ ഉണ്ടായിരുന്നല്ലോ, അതും ഒരു ഡിഫറെൻറ്റ് വൈബായിരുന്നു. ആ ഒരു സർക്കുലർ ക്യാമറ മോഡ്യൂൾ, ആ ഒരു ബ്ലൂ കളറുള്ള വീഗൻ ലെതർ ബാക്ക് ഒക്കെ, ഇറ്റ് വാസ് വെരി നൈസ് ആക്ച്വലി. OnePlusൻ്റെ ഒരു ട്രേഡ് മാർക്ക് ഇങ്ങനെ ആയി വരുമായിരുന്നു, അപ്പോഴത്തേക്ക് അവർ മാറ്റി. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ഒരു പക്ഷേ പുതിയ ട്രേഡ് മാർക്ക്. കാരണം അറിയാലോ, OnePlusൻ്റെ ഇതിൻ്റെ ചോട്ട ബൈ OnePlusൻ്റെ 15R ആണെങ്കിലും OnePlus 13S ആണെങ്കിലും ഏകദേശം ഇതേ ക്യാമറ മോഡ്യൂളും ഇതേ ഡിസൈനിലാണ് വരുന്നത്. സോ ഐ തിങ്ക് ദിസ് ഇസ് ദ ന്യൂ OnePlus ട്രേഡ് മാർക്ക് ഡിസൈൻ. പിന്നെ ഒരു ഫണ്ണി എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ, ഈ ബാക്കിലുള്ള ഈ ഒരു സംഭവം കണ്ടോ, ഈ ലോഗോ, OnePlusൻ്റെ ഷൈൻ ആവുന്ന ലോഗോ നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ട് യൂസ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നി, അതായത് ഇതെന്ത് ബാക്കിലൊരു അഴുക്ക്, പിന്നെ അഴുക്കാന്ന് നമ്മൾ ഉറപ്പിക്കുമ്പോൾ ഇങ്ങനെ ഉരുട്ടാൻ തുടങ്ങുമല്ലോ, അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നും. എനിവേ, സോ അത് അഴുക്കല്ല, ലോഗോ ആണ്. പിന്നെ ഇതിൻ്റെ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അൺബോക്സിങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു അന്ധകാരമാണ്, ഭയങ്കര ഒരു വല്ലാത്തൊരു ബാറ്റ്മാൻ്റെ ബ്ലാക്ക് കളർ, ഒരു മാറ്റ് ബ്ലാക്ക് എന്നൊക്കെ പറയാൻ പറ്റും. ഇറ്റ്സ് വെരി നൈസ്, നല്ല ക്ലാസി ബ്ലാക്ക് കളറാണ്. സാൻഡ് സ്റ്റോം കളർ ഓപ്ഷൻ, അത് കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ ഞാൻ പിന്നീട് അറിഞ്ഞത് അതിൻ്റെ ബാക്കിൽ ഇത് ഫൈബർ ഗ്ലാസ് എന്താണ്, ഇതെനിക്ക് തോന്നുന്നു പ്രോപ്പർ ഗ്ലാസ് ആണ്. അതിൻ്റെ ബാക്കിൽ ഫൈബർ ഗ്ലാസ് ആണ് വരുന്നത്. സോ അത് ഫൈബർ ഗ്ലാസ് ആയതുകൊണ്ട് പെട്ടെന്ന് പൊട്ടൂല താഴെ വീണാൽ, പക്ഷേ സ്ക്രാച്ച് നല്ലോണം വീഴുന്നുണ്ട്. നിങ്ങൾ ആ ഒരു സാൻഡ് സ്റ്റോൺ വേരിയൻ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ സൂക്ഷിച്ച് ഉപയോഗിക്കുക. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ 75,000 അല്ലെങ്കിൽ 70,000 രൂപയുടെ ഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല കവർ ഇട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. സോ ഇറ്റ്സ് ഫൈൻ. പിന്നെ IP റേറ്റിംഗ് ഹോൾസെയിൽ ആയിട്ട് വാങ്ങിച്ചിരിക്കുകയാണ്. 66, 67, 68, 69, 69K എല്ലാം കിടപ്പുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കലാപരിപാടികൾ ഇഷ്ടമാണെങ്കിൽ, അതായത് വെള്ളത്തിലിങ്ങനെ മുക്കിയിട്ട് ഫോട്ടോ എടുക്കൽ പരിപാടികളൊക്കെ ഇഷ്ടമാണെങ്കിൽ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല, അതിനുവേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഇങ്ങനെ മുക്കിയിട്ട് പിന്നെ അകത്ത് വെള്ളം കയറിയിട്ട് OnePlus വെള്ളം കയറിയിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ IP റേറ്റിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് പോയാൽ വാറണ്ടി ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, പിന്നെ ഫോൺ ലേശം ഹെവി ആണ്. ഓക്കെ, ഹെവി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ Pixel Pro XL പോലെ ഹെവി അല്ല, ഇതൊരു ഇരുമ്പിൻ്റെ ഒരു കട്ട പോലെ ഇരിക്കും, അത്രയും ഹെവി അല്ല. പക്ഷേ ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യാൻ പോകുന്നില്ല, കാരണം OnePlus ഇതിൻ്റെ അകത്ത് 7300 mAh ബാറ്ററി തന്നിട്ടുണ്ട്. ഓക്കെ, സോ അത്രയും വലിയ ബാറ്ററി, സിലിക്കൺ കാർബൺ ആണെങ്കിലും അത്രയും വലിയ ബാറ്ററി വരുമ്പോൾ ചെറിയൊരു വെയിറ്റ് വരും. സോ ഐ എം ഫൈൻ വിത്ത് ദ വെയിറ്റ്. പക്ഷേ നല്ല വെയിറ്റ് ബാലൻസ്, നമ്മളിങ്ങനെ താനോസ് പോലെ ചെയ്യാൻ നോക്കിയാൽ ഇതുണ്ടോ ലൈവായിട്ട്, നമ്മൾ ഈ താനോസ് പോലെ ഇങ്ങനെ ചെയ്യാൻ നോക്കിയാൽ നല്ലോണം ബാലൻസ് ആവുന്നുണ്ട്. സോ വെയിറ്റ് ബാലൻസ് ഇസ് വെരി നൈസ്ലി ഡൺ. പിന്നെ നമ്മൾ OnePlus 13S കണ്ട ഒരു പ്ലസ് കീ ഉണ്ടല്ലോ, ആ പ്ലസ് കീ ഇവിടെയും വരുന്നുണ്ട്. ഞാൻ ഈ ഒരു പ്ലസ് കീ ഫസ്റ്റ് നമ്മുടെ മൈൻഡ് സ്പേസ് ഉണ്ടല്ലോ, മൈൻഡ് സ്പേസ് അതിന് വേണ്ടി ഉപയോഗിക്കാൻ നോക്കി. പിന്നെ ഫൈനലി മൈൻഡ് സ്പേസ് ഞാൻ അങ്ങനെ ഒരുപാട് ഉപയോഗിച്ചില്ല, അതുകൊണ്ട് നമ്മുടെ റിംഗർ മ്യൂട്ട് സ്വിച്ച് ആയിട്ട് യൂസ് ചെയ്തു. അതിനുശേഷം ഫൈനലി ഞാൻ സെറ്റിലായിരിക്കുന്നത് ഇതിലേക്കാണ്. ഒരു രക്ഷയില്ല, കാരണം എൻ്റെ ഒരു ഡെയിലി യൂസിൽ എപ്പോഴും റിംഗറിലിടുക, സൈലൻറ്റിലിടുക എൻ്റെ ആവശ്യമില്ല. നിങ്ങളിപ്പം കോളേജും ഓഫീസിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇടേണ്ടി വരും, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, സോ ഞാനിപ്പോൾ ഇത് ഫ്ലാഷ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ നൈസ്. ഡബിൾ പ്രസ് ചെയ്യുമ്പോൾ വേറെ ഒരു ഫംഗ്ഷൻ, ലോങ് പ്രസ് ചെയ്യുമ്പോൾ വേറെ ഫംഗ്ഷൻ, അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുമല്ലോ.
ഇപ്പോൾ തൽക്കാലം ഓൺലി വൺ ഫീച്ചർ. ഡിസ്പ്ലേയിൽ കൊടുത്തിരിക്കുന്ന ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ, ഐ തിങ്ക് അത് നല്ലോണം വർക്കായിട്ടുണ്ട്. ഒരൊറ്റ സ്ക്രാച്ച് പോലും ഇല്ല, ഒരു പൊടി സ്ക്രാച്ച്, നമ്മുടെ ഈ മീനിൻ്റെ മുള്ളു പോലെ ഇരിക്കുന്ന സ്ക്രാച്ചുകൾ കണ്ടാവല്ലോ, അതും പോലും വന്നിട്ടില്ല. ഞാൻ നല്ല റഫായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്, പറഞ്ഞില്ല, ഒരു ചാവിയുടെ കൂടെ മറ്റേ ഫോൺസിൻ്റെ കൂടെ ഒക്കെ ഇട്ട് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, വളരെ റഫായിട്ടാണ് യൂസ് ചെയ്തത്. പക്ഷേ ഇതുവരെ ഡിസ്പ്ലേയിൽ ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും വന്നിട്ടില്ല. സോ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊട്ടക്ഷൻ OnePlus ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നിങ്ങൾ ടെസ്റ്റ് ചെയ്യാനിരിക്കേണ്ട. ഓക്കെ, ഞാൻ റിവ്യൂറാണ്, ഞാൻ ടെസ്റ്ററാണ്, ഞാൻ ടെസ്റ്റ് ചെയ്യും. നല്ല ക്വാളിറ്റി ഉള്ള സ്ക്രീൻ ഗാർഡ് ഇട്ട് ഉപയോഗിക്കുക. ഇനിയാണ് ആ റിഫ്രഷ് റേറ്റും റെസൊല്യൂഷനും. അറിയാലോ, വലിയ കോൺട്രവേഴ്സി ആയിരുന്നു. കാരണം കഴിഞ്ഞ വർഷം 120 Hz റിഫ്രഷ് റേറ്റ് ഉള്ള 2K ഡിസ്പ്ലേ ആയിരുന്നു. ഇത്തവണ 165 Hz പടക്കൂറ്റൻ റിഫ്രഷ് റേറ്റ് ഉള്ള 1.5K ഡിസ്പ്ലേ ആണ്. പ്രാക്ടിക്കലി നിങ്ങൾ 1.5K ആൻഡ് 2K തമ്മിലുള്ള വ്യത്യാസം അറിയാൻ പോകുന്നില്ല. ഓക്കെ, ഞാൻ ജസ്റ്റിഫൈ ചെയ്യല്ല, ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ ഫുള്ളൊന്ന് പറഞ്ഞോട്ടെ. ഓക്കെ, 1.5K ആൻഡ് 2K തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ അറിയാൻ പോകുന്നില്ല. പക്ഷേ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ 2K കൊടുത്തിരിക്കണം. ഒരു ബ്രാൻഡിൻ്റെ ഏറ്റവും വില കൂടിയ ഫ്ലാഗ്ഷിപ്പ് ഫോൺ വിത്ത് ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് ഒക്കെ ആണെങ്കിൽ 2K കൊടുത്തിരിക്കണം. OnePlus പറഞ്ഞ ന്യായീകരണം എന്താണെന്ന് വെച്ചാൽ 2K കൊടുത്താൽ 165 Hz കൊടുക്കാൻ പറ്റൂല, അങ്ങനെയാണെങ്കിൽ 144 Hz കൊടുത്തേ പറ്റൂ. പക്ഷേ ഇത്തവണ അറിയാലോ, OnePlus ഗെയിമിംഗിലേക്ക് ഒന്ന് തിരിഞ്ഞിട്ടുണ്ട്. സോ അവർക്ക് മാക്സിമം റിഫ്രഷ് റേറ്റ് കൊടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ അവർ പറയുന്നതനുസരിച്ച് 1.5K 2K തമ്മിൽ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ 144 Hz 165 Hz തമ്മിൽ അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. സോ അവർക്ക് വേണമെങ്കിൽ 2K റെസൊല്യൂഷനിൽ 144 Hz കൊടുക്കാമായിരുന്നു. ശരി, അതൊന്നും കൊടുത്തിട്ടില്ല. 165 Hz ആണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ അത് കംപ്ലീറ്റ് UI ഇംപ്ലിമെൻറ്റ് ചെയ്യണം. 165 Hz എന്ന് പറഞ്ഞിട്ട് ഒരു ഗെയിമിൽ 2 ഗെയിമിൽ മാത്രമേ, അല്ലെങ്കിൽ ഗെയിംസിൽ മാത്രമേ വർക്കാവുന്നുള്ളൂ, അങ്ങനെ അതില്ല. കംപ്ലീറ്റ് UI 165 Hz കൊടുക്കണം. ഇനി അപ്ഡേറ്റിലൂടെ വരുമോ ഇല്ലയോ, ഐ എം നോട്ട് ഷുവർ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ, അതിലൊരു സംശയമില്ല. വളരെ നല്ലോണം ട്യൂൺ ചെയ്തിരിക്കുന്ന ഡിസ്പ്ലേ ആണ്, നല്ല കളർ ആക്യുറേറ്റ് ഡിസ്പ്ലേ ആണ്. ഞാൻ ആക്ച്വലി നമ്മുടെ ഈ സ്ട്രേഞ്ചർ തിങ്സിൻ്റെ ഫൈനൽ സീസൺ ആണെങ്കിലും പിന്നെ ഒരു പുതിയ ആനിമെ ഞാൻ കണ്ടു, ഹെൽസ് പാരഡൈസ് എന്ന പേരുള്ള ഒരു ആനിമയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല കളേഴ്സ് ഉണ്ട്, നല്ല ഡീപ്പ് ബ്ലാക്സ് ഉണ്ട്. സോ ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയിൽ OnePlus ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. ഓക്കെ, പിന്നെ നല്ല ബ്രൈറ്റും കൂടിയാണ്, അതായത് അത് എടുത്ത് പറയണം, പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ കത്തി നിൽക്കും. ഞാൻ ആക്ച്വലി ഈ ഫോൺ കൊണ്ടാണ് OnePlus 15R ലോഞ്ച് ഇവന്റ് അറ്റൻഡ് ചെയ്യാൻ പോയത്. അവിടുത്തെ ഫോട്ടോ ഞാൻ പിന്നീട് ക്യാമറ സെഗ്മെന്റിൽ ഷെയർ ചെയ്യാം. സോ മാപ്പ് നോക്കാൻ വേണ്ടി അതിനൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പുറത്ത്, നല്ല വെയിലത്ത്, ഒരു ഇഷ്യൂ ഇല്ല. പിന്നെ ബ്രൈറ്റ്നസ് മിനിമം ഉണ്ടല്ലോ, ഏറ്റവും കുറഞ്ഞ ബ്രൈറ്റ്നസ്, അത് 1 nit വരെ പോകുന്നുണ്ട്. അതായത് രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഉപയോഗിക്കുമല്ലോ, അവിടെയൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്. പക്ഷേ ഇതിന്റെ ബ്രൈറ്റ്നസ്സിൽ ചെറിയൊരു കാലിബ്രേഷൻ ഉണ്ടല്ലോ, ഓട്ടോ ബ്രൈറ്റ്നസ് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ചെറിയ കാലിബ്രേഷനിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അതായത് നമ്മൾ പെട്ടെന്ന് അകത്തേ കയറി വരുമ്പോൾ, അതായത് ഇൻഡോർ കയറി വരുമ്പോൾ കുറച്ച് നേരം ഉപയോഗിക്കുമ്പോൾ നമുക്ക് തോന്നും ബ്രൈറ്റ്നസ് ലേശം കുറവാണ്. അതായത് ബ്രൈറ്റ്നസ് ഒരു പൊടിക്ക് കുറവായിട്ടാണ് അത് കാലിബ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ അത് അപ്ഡേറ്റിലൂടെ OnePlus ശരിയാക്കണം. കാരണം ഇടയ്ക്കിടയ്ക്ക് കയറിയിട്ട് അത് മാനുവലി ഇങ്ങനെ കൂട്ടേണ്ടി വരുന്നുണ്ടായിരുന്നു. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങളൊരു OnePlus 15 യൂസർ ആണെങ്കിൽ നിങ്ങൾക്കും ഈ എക്സ്പീരിയൻസ് ആണോ, താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പിന്നെ ഇടയ്ക്ക് മഴ പെയ്തിരുന്നല്ലോ, ആ സമയത്ത് ഞാൻ ഇതിൻ്റെ അക്വാ ടച്ച് ഫീച്ചറും ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. മഴയത്ത് നനഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തോ എമർജൻസിക്ക് വേണ്ടി പുറത്തിറങ്ങേണ്ടി വന്നു. സോ ആ സമയത്ത് ഇങ്ങനെ വൈപ്പും ചെയ്തില്ല, നേരെ ഉപയോഗിച്ച് ഞാൻ ഉപയോഗിച്ചപ്പോൾ വളരെ നല്ലോണം അത് വർക്കാവുന്നുണ്ട്. ഗ്ലവ് മോഡ് ഉണ്ട്, അത് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയില്ല. അതായത് നിങ്ങളൊരു റൈഡറൊക്കെ ആണെങ്കിൽ, അതിൻ്റെ ഡെലിവറി അതിന് വേണ്ടിയൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ എപ്പോഴും ഗ്ലവ്സ് കയ്യിലിടുന്നുണ്ടെങ്കിൽ ഗ്ലവ് മോഡ് ഇങ്ങനെ സ്വിച്ച് ഓൺ ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് കയ്യിൽ ഗ്ലവ് ഇട്ടുകൊണ്ടും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ലൈഫ് ടൈം ഗ്രീൻ ലൈൻ ഡിസ്പ്ലേ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയുമായാണ് ഇപ്പം ഇറങ്ങുന്ന എല്ലാ OnePlus ഫോൺസ് വരുന്നത്. അറിയാലോ, ഗ്രീൻ ലൈൻ ഒരു പേടി സ്വപ്നം പോലെയായിരുന്നു OnePlus. സോ അതിനെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ OnePlusൻ്റെ എല്ലാ ഫോൺസിലും, ഇപ്പോൾ ഇങ്ങനെ ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന ഫോൺസിൽ ഗ്രീൻ ലൈൻ്റെ ഇഷ്യൂ ഒന്നും ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ലായിരുന്നു. 1-2-2.5 വർഷത്തിന് ശേഷമാണ് നോർമലി ഗ്രീൻ ലൈൻസ് ഒക്കെ വന്ന് തുടങ്ങുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനറൊക്കെ വളരെ നല്ലോണം വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് സോ നൈസ്. അതായത് ഒരു തവണ പോലും അത് തുറക്കാതിരിക്കുക, ഹാങ് ആവോ, ബഗ് ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. സോ അതൊക്കെ വളരെ നല്ലോണം വർക്ക് ആവുന്നുണ്ട്. രാത്രി അണിമംഗലത്ത് പോയില്ലേ? താൻ മൈഥിലിയെ കണ്ടില്ലേ? ഇല്ല, പോയിരുന്നു, പക്ഷേ മൈഥിലിയെ കണ്ടില്ല. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ ഇസ് വെരി നൈസ്. നല്ല ബേസ്, മമ്മൂക്കയുടെ ബേസ് കയറി വരുന്നുണ്ടല്ലോ. എനിവേസോ ഏത് സിനിമയുടെ സീനായിരുന്നു പറയാൻ പറ്റുമോ. സ്പീക്കർ പെർഫോമൻസ് ഇസ് വെരി നൈസ്. വോക്കൽസ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും എല്ലാം നല്ല ക്ലിയർലി കേൾക്കാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും പിക്സൽ ലെവൽ അല്ലെങ്കിൽ ഐഫോണിൻ്റെ ലെവലുള്ള സ്പീക്കർ പെർഫോമൻസ് ഇല്ല, ബട്ട് ഇറ്റ്സ് വെരി നൈസ്. ഈ ഫോണിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നുമില്ല. ദി ബെസ്റ്റ് ചിപ്സെറ്റ് ഇൻ ദ മാർക്കറ്റ്, ദി ബെസ്റ്റ് സ്റ്റോറേജ്, ഏറ്റവും ഫാസ്റ്റായ റാം ഒക്കെ ഇവിടെ ഇട്ട് തന്നിട്ടുണ്ട്. സോ ദി ബെസ്റ്റ് പെർഫോമൻസ് ആണ് കിട്ടുന്നത്. സോ ഇത്തവണ OnePlus ഗെയിമിംഗ് എന്നൊക്കെ പറയുന്നുള്ളത് വെറുതെ അല്ല, നല്ലോണം ട്യൂൺ ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് അറ്റ്ലീസ്റ്റ് ആൻഡ്രോയിഡിൻ്റെ ഒരു ലോകം നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് ദി ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ.
ഇപ്പം ഗെൻഷിൻ ഇമ്പാക്ട് പോലെ ഹെവി ഗെയിം ആണെങ്കിലും ഈവൻ COD ആണെങ്കിൽ COD നമുക്ക് 160 FPS കളിക്കാൻ പറ്റും ബൈ ഡിഫോൾട്ട്. സോ എന്തോ കൊളാബറേഷൻ ഉണ്ട്, അത് കാരണം വേറെ ഫോണിലൊന്നും കിട്ടൂല. ഇവിടെ നമുക്ക് 165 FPS കിട്ടുന്നുണ്ട്. നല്ല സ്റ്റേബിൾ 165 FPS ആണ്. BGMI ആണെങ്കിലും അവിടെ നമുക്ക് 120 FPS കളിക്കാൻ പറ്റും. ഹൈപ്പർ ഫ്രെയിം റേറ്റ് അല്ലെങ്കിൽ ഫ്രെയിം റേറ്റ് ഇന്റർപോളേഷൻ ഉപയോഗിച്ച് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഈവൻ BGMI നമുക്ക് വേണമെങ്കിൽ 165 FPS പുഷ് ചെയ്യാൻ പറ്റും. അവിടെയും ഡീസൻറ്റ് സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട്. എൻ്റെ ഒരു സജഷൻ ആയിരിക്കും, ഇതിൽ എക്സ്ട്രാ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് ജൈറോസ്കോപ്പിന് വേണ്ടി എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നല്ല കിടിലൻ ജൈറോസ്കോപ്പാണ്. പക്ഷേ നിങ്ങൾ ജൈറോ പ്ലെയർ ആണെങ്കിൽ ഈ 120 FPS 165 FPS കൂട്ടുന്ന സംഭവം ഉണ്ടല്ലോ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച്, അത് ചെയ്യരുത്. എന്തോ ഒരു സംഭവം, എന്തോ ഒരു മിസ്മാച്ച് പോലെ. 120 FPS BGMI ജൈറോ കിടിലനായിട്ട് വർക്ക് ആവുന്നുണ്ട്. 160 FPS കൂട്ടുമ്പോൾ അത് എന്തോ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ചെറിയൊരു കാലിബ്രേഷന് പ്രോബ്ലം ഉണ്ട്. പിന്നെ അനാവശ്യമായുള്ള ഹീറ്റിംഗ് കാര്യങ്ങളൊന്നുമില്ല. യെസ്, നിങ്ങൾ ഹെവി ഗെയിം കളിക്കുമ്പോൾ അല്ലെങ്കിൽ പുറത്ത് ഔട്ട്ഡോർ ക്യാമറ കണ്ടിന്യൂസ്ലി ഉപയോഗിക്കുമ്പോൾ എന്തായാലും സംഭവം ഒരു വാംത്ത് നിങ്ങൾക്ക് എന്തായാലും ഫീൽ ചെയ്യും. പക്ഷേ അത് കാരണം ഫ്രെയിം ഡ്രോപ്പ് കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഓക്സിജനോയ്സ് 16 ആണ് വരുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി ഡെഡിക്കേറ്റഡ് വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇവിടെ ഞാൻ എല്ലാ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. വൺ ഓഫ് ദി ബെസ്റ്റ് UIs ഓഫ് ദ ഇയർ ആണ് എന്നോട് ചോദിക്കുകയാണെങ്കിൽ. ഓക്സിജനോയ്സ് ഇസ് സോ സ്മൂത്ത്. ആ ആനിമേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്ത് സ്മൂത്ത് ആണെന്നറിയോ. നമ്മൾ ഈ ആപ്പൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ക്ലോസ് ചെയ്യുമ്പോൾ ആനിമേഷൻ, നമ്മൾ ഈ ഓക്സിജൻ OSൽ നിന്ന് മറ്റ് UIയിലേക്ക് മാറുമ്പോൾ ആ സംഭവം മിസ് ചെയ്യും, ആ ഒരു ആനിമേഷൻ്റെ സംഭവം. പിന്നെ അറിയാലോ, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, ലോക്ക് സ്ക്രീൻ ആൻഡ് ഈ സംഭവം ആനിമേഷൻ, ഇതൊക്കെ നല്ല രസമാണ്. 4 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ പ്രോമിസാണ് OnePlus ചെയ്തിരിക്കുന്നത്. അത് എന്നോട് ചോദിക്കുകയാണെങ്കിൽ കുറഞ്ഞു പോയി. കാരണം ഇപ്പം ഈവൻ ഐക്യു, ഈ വർഷം വന്ന ഐക്യു 15 വരെ 5 വർഷത്തെ അപ്ഡേറ്റ് ഉണ്ട്. സോ OnePlus കൊടുക്കേണ്ടതായിരുന്നു. ഈ സംഭവം പിന്നെ അപ്ഡേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ 4 വർഷത്തിന് ശേഷം ഒരുപക്ഷെ ഐ തിങ്ക് OnePlus ഒരു എക്സ്ട്രാ അപ്ഡേറ്റും കൂടി ഇതിൽ കൊടുക്കണം. ബാക്കി AI ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഞാൻ നോർമലി അങ്ങനെ ഫോണിലുള്ള AI ഫീച്ചേഴ്സ് അങ്ങനെ ഉപയോഗിക്കാറില്ല. ഞാൻ ജെമിനി, ചാറ്റ് GPT, ക്ലോഡ്, ഗ്രോക്ക് ഇതൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഫോണിൽ കുറവാണ്. എന്നാലും ഇപ്പോൾ നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ ബാക്കിൽ കുറേ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഇത് ഇങ്ങനെ എന്ന് പറഞ്ഞ ക്യാമറയിൽ അല്ലെങ്കിൽ ഫ്രെയിമിൽ കയറി നിൽക്കുമ്പോൾ അവരൊക്കെ എടുത്ത് മാറ്റാൻ വേണ്ടി AI ഇറേസറൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു AI റൈറ്റർ. അതായത് നമ്മളൊരു ടെക്സ്റ്റ് എഴുതി അതിനെ ഫോർമൽ ആക്കുക, ഒഫീഷ്യൽ ആക്കുക, കോമഡി ആക്കുക, കാഷ്വൽ ആക്കുക, ആ സംഭവം. ഇടയ്ക്ക് എന്തോ നമ്മുടെ ചൈന, അരുണാചൽ പ്രദേശ് എന്തോ കോൺട്രവേഴ്സി എന്തോ സംഭവം ഇതിൻ്റെ അത് കയറി വന്നായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണോന്നറിയില്ല. തൽക്കാലം അവർ പോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. OnePlusനോട് റിക്വസ്റ്റ് ആണ്, പ്ലീസ് ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്തതിന് ശേഷം ഇതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. കാരണം AI റൈറ്റർ ഈസ് വെരി യൂസ്ഫുൾ. പിന്നെ OnePlusൻ്റെ സ്വന്തം ഡയലർ വരുന്നതുകൊണ്ട് ഈസിലി നമുക്ക് കോൾ റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ AI കോൾ അസിസ്റ്റ് അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹാപ്റ്റിക്സ് ഈസ് ഓൾസോ വെരി വെരി നൈസ്. ഐ തിങ്ക് OnePlus 13 കുറച്ചും കൂടി ബെറ്റർ, കുറച്ചും കൂടി സ്ട്രോങ് ഹാപ്റ്റിക്സ് ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ മോശമൊന്നുമല്ല. ഓക്കെ, എല്ലായിടത്തും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ സിമ്പിൾ സാധനങ്ങൾ, ഇത് ഞാനിങ്ങനെ അതായത് ഇങ്ങനെ ബ്രൈറ്റ്നസ് കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും ഒക്കെ നമുക്കത് ഫീൽ ആവും. ചെറിയ രീതിയിലുള്ള ഒരു ഹാപ്റ്റിക്സ് ഫീൽ ആവുന്നുണ്ട്. സോ OnePlusൻ്റെ ഹാപ്റ്റിക് ഇംപ്ലിമെൻറ്റേഷൻ ഈസ് വെരി വെരി നൈസ്. ഒരൊറ്റ കംപ്ലൈൻറ്റ് പോലും ഇല്ലാത്തൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, അതാണ് ബാറ്ററി ആൻഡ് ചാർജിങ്. ഒന്നും പറയാനില്ല. 7300 mAh ബാറ്ററി ആൻഡ് 120 വാട്ടിൻ്റെ ചാർജിങ് സപ്പോർട്ട്, ബോക്സിൽ ചാർജറും കൂടെ തന്നാൽ പിന്നെ നമുക്ക് എന്ത് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും? ആ 7300 mAh ബാറ്ററി ഉണ്ടല്ലോ, അത് ഞാൻ മാത്രമല്ല, ഇവൻ MKBHDയും പുകഴ്ത്തിയിട്ടുണ്ട്. ഓക്കെ, സോ അമേസിങ് ബാറ്ററി ബാക്കപ്പ് ആണ്. 1 ദിവസം ബാറ്ററി ബാക്കപ്പ് ഒക്കെ വെറുതെ കിട്ടും. 9-9.5 മണിക്കൂർ വരെയുള്ള സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്. ഞാനീ പറയുന്ന കാര്യമൊക്കെ വിട്ടേക്കും. ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു ഇഷ്യൂവും ഈ ഫോൺ തരില്ല, അതിന് ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, അങ്ങനത്തെ ഒരു അമേസിങ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇവിടെ കിട്ടിയത്. പിന്നെ ബാറ്ററി തീർന്നാലും 50 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഇത്രയും വലിയ ബാറ്ററി, അതായത് 7300 mAh ബാറ്ററി വിതിൻ 50 മിനിറ്റ്സ് ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. സോ അതും അടിപൊളിയാണ്. പിന്നെ 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതെവിടെ പോയി? ഒരു മിനിറ്റ്. സോ ഈ കാണുന്ന OnePlusൻ്റെ 50 വാട്ടിന് വയർലെസ് ചാർജർ വേണ്ടി വരും, എന്നാലേ 50 വാട്ടിൽ ചാർജ് ആവുള്ളൂ. അല്ലെങ്കിൽ നോർമൽ വയർലെസ് ചാർജിങ് എന്തായാലും സപ്പോർട്ട് ചെയ്യും. പിന്നെ ഞാൻ ജിയോ സിം ഇട്ടുകൊണ്ടാണ് ഉപയോഗിച്ചത്. ഇപ്പോഴും കിടപ്പുണ്ട്. 5G കാണിക്കുന്നത് കണ്ടോ? അതായത് ഞാൻ ആക്ച്വലി ബേസ്മെൻറ്റിൽ നടക്കാൻ പോകാറുണ്ട് ഡെയിലി. സോ അവിടെ നെറ്റ്വർക്ക് കുറവായിരിക്കും, പക്ഷേ ഇവിടെ നെറ്റ്വർക്ക് കിട്ടുന്നുണ്ട്, ഒരു ഇഷ്യൂ ഇല്ല. ഓക്കെ, നല്ല രീതിയിൽ നെറ്റ്വർക്ക് പിടിക്കുന്നുണ്ട്. VO5G, അതായത് വോയിസ് ഓവർ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഫോർ എക്സാമ്പിൾ ഈ ജിയോ സിമ്മിൽ നിന്ന് മറ്റേ ജിയോ സിമ്മിലേക്ക് വിളിക്കുകയാണെങ്കിൽ അവിടെ 5G, ഇവിടെ 5G, രണ്ടിടത്ത് 5G കിട്ടുന്നുണ്ടെങ്കിൽ HD ലെവൽ അറിയാലോ, ഭയങ്കര ഒരു നല്ല ക്ലാരിറ്റിയാണ്. സോ വോയിസ് ഓവർ 5G കാര്യങ്ങളൊക്കെ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സാംസങ് ഫോൺസിൽ വരുന്ന ഈ വോയിസ് ഫോക്കസ് അറിയാലോ, ഈ ENC പോലെ വർക്ക് ചെയ്യും, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കുറയ്ക്കും. ആ സെയിം ഫീച്ചർ ഈ ഫോണിലുണ്ട്. ക്ലിയർ വോയിസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, പക്ഷേ ആ ഫീച്ചർ കൊണ്ടുപോയിട്ട് സെറ്റിംഗ്സിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ്. കോൾ വിളിക്കുമ്പോൾ അവിടെ കാണിക്കണ്ടേ ആ ഫീച്ചർ? അതല്ലേ നല്ലത്. ഞാൻ പിന്നെ സെറ്റിംഗ്സിൽ കയറിയിട്ട് സ്വിച്ച് ഓൺ ചെയ്തു. പിന്നെ മറ്റേ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഒക്കെ ഫ്ലാഗ്ഷിപ്പ് ലെവലാണ്. അതായത് USB 3.2 Gen 1 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ലൈവ് സ്ട്രീമിംഗ് ഒക്കെ ഔട്ട് എടുക്കാൻ പറ്റും. ഡേറ്റ ട്രാൻസ്ഫർ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. പിന്നെ ബാക്കിയൊക്കെ IR ബ്ലാസ്റ്റർ ആണ്,
ആണെങ്കിലും NFC ആണെങ്കിലും eSIM ആണെങ്കിലും എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞില്ലായിരുന്നു ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് അവിടെ ഇമ്പ്രൂവ്മെൻ്റ് ആവശ്യമുണ്ടെന്ന്. അതിനെക്കുറിച്ച് സംസാരിക്കാം. അതാണ് ക്യാമറ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ക്യാമറ ഇസ് ഗുഡ്. നല്ല ലൈറ്റിംഗ് ഉണ്ടെങ്കിൽ അത് ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും നല്ല ഫേവറബിൾ ലൈറ്റിംഗ് ഉണ്ട്, നല്ല രസമുള്ള ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഫോട്ടോസ് തരുന്നുണ്ട്, നല്ല ഡീറ്റെയിൽസ് ഉണ്ട്, നല്ല കളേഴ്സ് ഉണ്ട്, അതിൽ യാതൊരു സംശയമില്ല. ഈവനിങ് വരുന്ന ലൈറ്റ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ല അവിടെ ബാംഗ്ലൂർ പോയിട്ടുണ്ടായിരുന്നു ഈവൻ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി, അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. സോ ഈവനിങ് സമയത്ത് നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ നല്ല വാം ലൈറ്റൊക്കെ വീഴുമ്പോൾ ഇറ്റ്സ് വെരി നൈസ്. നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നുണ്ട്. നല്ല ഞാൻ പറഞ്ഞ പോലെ നല്ല ഡീറ്റെയിൽസ്, കളർ, സ്കിൻ ടോൺ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഈ ഒരു ഫോട്ടോ കണ്ടു നോക്കും, എന്തോ ഒരു ലോ ക്വാളിറ്റി ഒരു ആവറേജ് ഔട്ട്പുട്ടാണ് കിട്ടിയത്. കാരണം എന്താണ്, അദ്ദേഹത്തിൻ്റെ ഫേസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ലൈറ്റ് ഇല്ല, ഇൻഡോർ ആണ് എടുത്തിരിക്കുന്നത്, ബാക്കിൽ ലൈറ്റ് ഉണ്ട്. സോ ലേശം ഡിഫിക്കൽട്ട് ലൈറ്റിംഗ് സിറ്റുവേഷൻ ആണ്. എന്നാൽ അതേ ടേബിളിൽ ഇരുന്നുകൊണ്ട് നിർമ്മലേട്ടൻ എൻ്റെ ഫോട്ടോ എടുത്തപ്പോൾ നല്ല ഔട്ട്. അതെന്താണ്, ഫ്രണ്ടിൽ നിന്ന് ലൈറ്റ് വരുന്നുണ്ട്, ബാക്കിൽ ലൈറ്റ് ഒന്നുമില്ല. സോ ഫേവറബിൾ ലൈറ്റിംഗ് കണ്ടീഷനാണ്. സോ ആ സമയത്ത് അതായത് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ലൈറ്റിംഗ് സിറ്റുവേഷൻസ് വരുമ്പോൾ ഇത് ലേശം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും അൾട്രാവൈഡ് ക്യാമറയിൽ അറിയാൻ പറ്റും. സോ അൾട്രാവൈഡ് ക്യാമറയിൽ നല്ല ഫേവറബിൾ ലൈറ്റിംഗ് നല്ല ഡേ ടൈമിലും ഈവനിംഗ് ഒക്കെ എടുക്കുമ്പോൾ വലിയ പ്രശ്നമില്ല. പക്ഷേ ലൈറ്റ് കുറഞ്ഞു വരുമ്പോൾ അൾട്രാവൈഡ് ക്യാമറയിൽ നിന്ന് നമുക്ക് ഫ്ലാഗ്ഷിപ്പ് പെർഫോമൻസ് കിട്ടൂല. എന്നാൽ കംപ്ലീറ്റ് നൈറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇൻഡോർ സിറ്റുവേഷൻ ആണെങ്കിൽ മെയിൻ ക്യാമറ വെച്ചും പിന്നെ പോർട്രേറ്റ് ക്യാമറ വെച്ചും നമുക്ക് ഡീസൻറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. സോ അവിടെ നടന്ന OnePlus 15R ലോഞ്ച് ഇവൻ്റെ സമയത്ത് എടുത്ത സൂം ഫോട്ടോ ആണ്. ഓക്കെ, ഡീസൻ്റ് രീതിയിൽ ഔട്ട്പുട്ട് തരുന്നുണ്ട്. എന്നാലും ഫ്ലാഗ്ഷിപ്പ് ലെവലില്ല. അതിനുള്ള കാരണം എന്താണെന്നറിയാം, ഈ 3 ക്യാമറകളുടെ ഫസ്റ്റ് ഓഫ് ഓൾ സെൻസർ സൈസ് OnePlus കുറച്ചു, പ്ലസ് അപ്പർച്ചർ ഉണ്ടല്ലോ, അതായത് ലെൻസ് എത്രമാത്രം ഓപ്പൺ ആയിരിക്കണം അതും കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലൈറ്റ് വീഴുന്നത് കുറവാണ്. അതാണ് ഈ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ ലോ ലൈറ്റ് വരുമ്പോൾ സോഫ്റ്റ്നെസ് കയറി വരുന്നത്. വീഡിയോസും സെയിം ആണ്. അതായത് നല്ല ലൈറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ കണ്ടില്ലേ, ഔട്ട്ഡോർ എടുത്തിരിക്കുന്ന വീഡിയോ ആണ്, നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ ആണ്, 4K 60 FPS ആണ്, നല്ല സ്റ്റേബിൾ ആണ്, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഫ്രെയിം ഡ്രോപ്സ് ഒന്നുമില്ല. സെൽഫി ക്യാമറ പെർഫോമൻസ് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. അവിടെയും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഫേവർ ചെയ്യുന്ന ലൈറ്റിംഗ് ഉണ്ടെങ്കിൽ, നമ്മുടെ ഫേസിൽ നല്ലോണം ലൈറ്റൊക്കെ അടിക്കുന്നുണ്ടെങ്കിൽ നല്ല ഡീറ്റെയിൽ ഉള്ള ഫോട്ടോസ് കിട്ടും. വീഡിയോസ് കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു. അതായത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 4K 60 FPS വീഡിയോ ആണ്. സെൽഫി വീഡിയോ എനിക്ക് അങ്ങനെ ഫ്ലാഗ്ഷിപ്പ് ലെവലായിട്ട് തോന്നിയില്ല. എന്നാലും വീഡിയോ ക്വാളിറ്റിയൊക്കെ നല്ലതാണ്. സോ ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് ചുരുക്കി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നല്ല ലൈറ്റിംഗ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഫോട്ടോസ് എടുത്ത് തരുന്നുണ്ട്. ഒരു ഡൗട്ടും ഇല്ല. നല്ല നാച്ചുറൽ കളേഴ്സ് ഉള്ള ഡീറ്റെയിൽസ് ഉള്ള ഫോട്ടോ ആണ്. ലൈറ്റിംഗ് കുറയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് ലൈറ്റിംഗ് സിറ്റുവേഷൻസ് വരുമ്പോഴാണ് ഒന്ന് സ്ട്രഗിൾ ചെയ്യുന്നത്. സോ എൻ്റെ കഴിഞ്ഞ ഒരു മാസത്തെ എക്സ്പീരിയൻസിൽ ഐ എം വെരി ഹാപ്പി വിത്ത് ദിസ് ഫോൺ. ക്യാമറയിൽ മാത്രം എനിക്ക് ഐ തിങ്ക് ഐ വിൽ പ്രിഫർ ഇനി വരാൻ പോകുന്നത് ചിലപ്പോൾ സാംസങ്ങിൻ്റെ ഫോൺ, പിക്സൽ, ഐഫോൺ, ഈവൻ ഓപ്പോ, വിവോ, അതൊക്കെ ഞാൻ ക്യാമറയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ആ ഫോൺസ് ആയിരിക്കും ഞാൻ പ്രിഫർ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ബാക്കി ഓവറോൾ ഒരു പാക്കേജ്, സോഫ്റ്റ്വെയർ, പെർഫോമൻസ് എല്ലാം, ബാറ്ററി, ചാർജിങ്, ഡിസ്പ്ലേ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഓവറോൾ നല്ല എക്സ്പീരിയൻസ് ആണ് എനിക്ക് OnePlus 15 നിന്ന് കിട്ടിയത്. സോ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു ഫോൺ റെക്കമെൻഡ് ചെയ്യും. ഓഫർ സമയത്ത് വാങ്ങാൻ നോക്കുക. നിങ്ങൾ എന്തായാലും വാങ്ങാനിരിക്കുകയാണെങ്കിൽ ഓഫ്ലൈൻ ഷോപ്പുകൾ ചെക്ക് ചെയ്യുക. പലപ്പോഴും ഓഫ്ലൈൻ ഷോപ്പിലായിരിക്കും ഓൺലൈനേക്കാളും ബെറ്റർ റേറ്റ്സ് കിട്ടുന്നത്. ഓക്കെ, സോ അവിടെയൊക്കെ ചെക്ക് ചെയ്തിട്ട് ഓഫറൊക്കെ ഈടാക്കിയതിന് ശേഷം വാങ്ങാൻ നോക്കുക. പിന്നെ ഈ റോ റിവ്യൂ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ബൈ.